All of you welcome. Today we are discussing the proforma or specimen of a cash flow statement. You know that a cash flow statement is a statement showing the flow of cash. So reporting cash flows from operating activities, investing activities and financing activities are there in your cash flow statement. Means there are three sections. Cash flow statement എന്ന് പറയുന്നത് യു ക്യാൻ പ്രിപ്പയർ ബൈ ഡയറക്റ്റ് മെത്തേഡ് ഓർ യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണോ ഇൻഡയറക്റ്റ് മെത്തേഡാണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഫസ്റ്റ് സെക്ഷൻ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അത് കമ്പ്യൂട്ട് ചെയ്യുന്നിടത്താണ് നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡാണോ ഇൻഡയറക്റ്റ് മെത്തേഡാണോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വരുന്നത്. മനസ്സിലായോ? ബാക്കി രണ്ടും, അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണെങ്കിലും ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണെങ്കിലും ഡയറക്റ്റ് മെത്തേഡിനും ഇൻഡയറക്റ്റ് മെത്തേഡിനും ചേഞ്ചസ് ഒന്നുമില്ല, രണ്ടും ഒരേപോലെയാണ്. റൈറ്റ്? ഓക്കെ. ഡയറക്റ്റ് മെത്തേഡ് ഡിസ്ക്ലോസ് ദ മേജർ ക്ലാസസ് ഓഫ് ഗ്രോസ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ഗ്രോസ് ക്യാഷ് പേയ്മെൻറ്റ്സ്, whereas indirect method net profit or loss is adjusted for the effects of transactions of some non-cash nature. ഓക്കെ. അതിൻ്റെ കൂടെ നമ്മൾ ഐറ്റംസ് ഓർ എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഇൻഡയറക്റ്റ് മെത്തേഡായി. The direct method is the preferred method because it discloses the information not available elsewhere in your books of accounts. Direct method എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത് ഫോളോ ചെയ്യുന്നത് ആദ്യത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള സെക്ഷനിൽ മാത്രമാണ്. അത് നിങ്ങൾ ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡാണ്. അത് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി നെറ്റ് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? ദ ഡയറക്റ്റ് മെത്തേഡ് ഈസ് എൻകറേജ്ഡ് വേർ ദ നെസസറി ഇൻഫർമേഷൻ ഈസ് നോട്ട് ടു കോസ്റ്റ്ലി ടു ഒബ്റ്റെയിൻ. ബട്ട് the standard IAS 7 does not require it. In practice, indirect method is more commonly used since it is easier and quicker. ഇപ്പോൾ എക്സാമിനേഷൻ പേർപ്പസിനാണെങ്കിലും നമ്മൾ രണ്ട് മെത്തേഡും പഠിക്കും. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ബോത്ത് വി വിൽ ഡിസ്കസ്. രണ്ടിലും പ്രോബ്ലം ചെയ്യും. ബട്ട് യു ഹാവ് ടു ഗിവ് മോർ ഫോക്കസ് ഫോർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുക എപ്പോഴാണ്? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷനും ഈസി ആയിട്ട് അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾ പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ. Now let us see the specimen of a cash flow statement under direct method. So there are three sections: cash flows from operating activities, cash flows from investing activities and cash flows from financing activities. Again ഒന്നും കൂടെ പറയാണ്, ഡയറക്റ്റ് മെത്തേഡാണോ ഇൻഡയറക്റ്റ് മെത്തേഡാണോ എന്നുള്ള ഡിഫറൻസ് ആകെ ഫസ്റ്റ് സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരും? ദാറ്റ് ഈസ് ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ ഷോൺ. ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൻ്റെ അകത്ത് ക്യാഷ് സെയിൽ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഇത് ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ്. എന്തുകൊണ്ടാണ് അതവിടെ വന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വി ഹാവ് ടു റൈറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ഓൾസോ, ക്യാഷ് പർച്ചേസ് ആൻഡ് ഓൾ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് കൂടുതൽ റെസീറ്റ്സിനേക്കാൾ കൂടുതലെങ്കിൽ കമ്പനി ഈസ് ഹാവിങ് എ ലോസ് അല്ലേ? അപ്പോൾ ക്യാഷ് യൂസ്ഡ് ഫോർ ഓപ്പറേഷൻ കിട്ടും. യൂഷ്വലി കമ്പനീസ് ആർ ജനറേറ്റിംഗ് പ്രോഫിറ്റ്. നോർമലി ദാറ്റ് വിൽ ബി ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ ഫ്രം വിച്ച് വി ഡിഡക്ട് ദ ഇൻകം ടാക്സ് പെയ്ഡ് ആൻഡ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇഫ് എനി ഗിവൺ എക്സ്ട്രാ ഓർഡിനറി പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. Clear no? So that's all about the first section. Second section that we can look now, cash flow from investing activities. Investing activity include purchase and sale of fixed assets, investments in securities,
അല്ലേ? അതും നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആകാം, പർച്ചേസ് ഓഫ് അതർ കമ്പനീസ് ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ് ആവാം. ഇതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1 by 1 ആയിട്ട് എഴുതും. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്? ക്യാഷ് ഔട്ട് ഫ്ലോസ് ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തത് ഷോസ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ നമുക്ക് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് വി ആർ യൂസിങ് ഫോർ ദ പർച്ചേസ്, ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദി ബിസിനസ്, ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. വെറാസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആകുമ്പോൾ ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദി ബിസിനസ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ആർ ടു ബി കമ്പയർഡ്. ദ നെറ്റ് ഇഫക്റ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ അവിടെ എന്തെഴുതും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് എഴുതും. അല്ല നമ്മളുടെ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് കൂടുതലെങ്കിൽ, ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് കൂടുതലെങ്കിൽ നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ ബിക്കോസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെയാണ് എഴുതാം. ആൻഡ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. Cash flow from financing activity means what? That financing activity will make a change in your size and composition of owners capital. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ്സ് ആർ ഇൻക്ലൂഡഡ് ദർ. അപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. വെനെവർ യു ആർ ഇഷ്യൂയിങ് ഷെയർസ് ക്യാഷ് ഈസ് കമ്മിങ് ഇൻ ടു ദി ബിസിനസ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ബോറോയിങ് ദാറ്റ് ഈസ് എ ക്യാഷ് ഔട്ട് ഫ്ലോ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അവിടെ നമ്മൾ ആ ഹെഡിൻ്റെ അകത്തുള്ളത്, ആ സെക്ഷൻ്റെ അകത്തുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലോസ് ആണ് കൂടുതലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി ആയിരിക്കും, ഔട്ട് ഫ്ലോസ് ആണ് കൂടുതലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ 3 സെക്ഷൻ പറഞ്ഞു: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയിൽ ഇപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നമുക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്, നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ബാക്കി രണ്ടിലും പോസിറ്റീവാണ് ഫിഗർ എങ്കിൽ നമ്മൾ 2 ഹെഡിൻ്റെ അകത്തു നിന്നുള്ളത് മൂന്നാമത്തെ ഈ പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റാണ് കാണിക്കേണ്ടത്. അതാണ് നെറ്റ് ക്യാഷ് ഫ്രം നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് അറ്റ് ദ ബിഗിനിങ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് അറ്റ് ദ ക്ലോസിങ് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയാൽ യുവർ ആൻസർ ഈസ് റൈറ്റ്. ഇഫ് ദാറ്റ് ഈസ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ യു ഗെറ്റ് ഫുൾ മാർക്സ്, 15 മാർക്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മനസ്സിലായോ? നാലാമത് കാണിക്കുന്ന 4 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അതാണ് നമ്മൾ 3 ഹെഡിൻ്റെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടിങ് ഫിഗർ. മനസ്സിലായോ? ഓക്കെ, now we are moving to the indirect method of preparing cash flow statement. Indirect method എന്ന് പറയുന്നത് that is the most popular widely used method of a cash flow statement preparation. അപ്പോൾ അതിൽ ഡിഫറൻസ് എവിടെ മാത്രമേ ഉള്ളൂ? ഡിഫറൻസ് ലൈസ് ഓൺലി ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് അബൌട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ബാക്കി രണ്ടിനും 2 മെത്തേഡിനും ഇൻഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും സെയിം ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇവിടെ നമ്മൾ വി ആർ നോട്ട് പ്രിപ്പയറിംഗ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ കേസ് ഓഫ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ബട്ട് ദർ ആർ സ്ലൈറ്റ് ഡിഫറൻസസ്. അപ്പോൾ ഇവിടെ ഈസിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ടു കമ്പ്യൂട്ട് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ദാറ്റ് യു വാണ്ട് ടു കമ്പ്യൂട്ട്. അതാണ് ഡിഫറൻസ് ഉള്ള ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കമ്പ്യൂട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. സ്പെസിമെൻ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ യു ക്യാൻ കാൽക്കുലേറ്റ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഷോൺ ബൈ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ടേക്കൺ.
നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അതുപോലെ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ അഡ്ജസ്റ്റഡ് ഫോർ ഗെറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അങ്ങനെ കിട്ടിയ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ടേക്കൺ. എന്നിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഹാവ് ടു ബി അഡ്ജസ്റ്റഡ് വിത്ത് ദിസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ടു അറൈവ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. അപ്പം അതുതന്നെയാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഇഫ് ദാറ്റ് ഈസ് ഡെബിറ്റഡ് ടു യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദാറ്റ് ഈസ് ആഡഡ് ബാക്ക്. അതുപോലെ തന്നെ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അല്ലേ, ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഇഫ് ദാറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് ദാറ്റ് ഈസ് ഷോൺ ഇൻ യുവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ നോൺ ക്യാഷ് ഐറ്റം. വി ഡു നോട്ട് റിക്വയർ എനി പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് സെയിം അല്ലേ. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ദാറ്റ് ഇസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതുപോലെ തന്നെ റെൻറ്റ് റിസീവ്ഡ് ഐറ്റംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതിൽ ദാറ്റ് ഈസ് എ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്കെന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. മനസ്സിലായോ? ഞാനിവിടെ റൗണ്ട് ചെയ്ത് കാണിച്ചത് ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് അതല്ല, അതിൻ്റെ മുന്നേ ഉള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, റൈറ്റ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആസ് വി ആർ നോട്ട് പ്രിപ്പയറിങ് എനി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഹിയർ, നമ്മൾ അതിൻ്റെ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതെന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? അത് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ റൂൾ പറഞ്ഞുതരാം. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ്. പറഞ്ഞത് ക്ലിയർ ആണോ? കറണ്ട് അസറ്റ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് കുറയും. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ്. കൺഫ്യൂസ്ഡ് ആണോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ ഡെറ്റേഴ്സ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്യാഷ്. ഡെറ്റേഴ്സ് എപ്പോഴാണ് കുറയുക? നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കറണ്ട് അസറ്റ് മീൻസ് കറണ്ട് അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്, റൈറ്റ്? ഓർ സിംപ്ലി കറണ്ട് അസറ്റ്സ് അതർ ദാൻ ക്യാഷ്, അത്രയെങ്കിലും നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്യാഷ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ക്യാഷിൻ്റെ അകത്ത് ഇൻക്രീസ് വരുത്തിക്കുമ്പോൾ ദാറ്റ് ഈസ് ആഡഡ് ടു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ച ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ്. അപ്പോൾ നിങ്ങളുടെ ഡെറ്റേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിന് പകരം ക്യാഷ് ആയിരുന്നു വരേണ്ടിയിരുന്നത് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ, ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങളത് ക്രെഡിറ്റിനാണ് കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തത്. മീൻസ് ദാറ്റ് മേക്സ് എ ഡിക്രീസ് ഇൻ യുവർ ക്യാഷ് അല്ലേ. സോ ദാറ്റ് വിച്ച് വൺ ഈസ് ഡിഡക്റ്റഡ്. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആണെങ്കിലോ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്യാഷ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷോർട്ട് ടേം ലോൺ ഇൻക്രീസ് കാണിക്കുന്നുണ്ടെങ്കിൽ മീൻസ് അത്രയും ക്യാഷ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ഇൻക്രീസ് ഇൻ യുവർ ക്യാഷ് ബാലൻസ്. ഓക്കെ, ലൈക്ക് വൈസ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ക്യാഷ്. ഷോർട്ട് ടേം ലോൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽസ് പേയബിൾസ് അതേപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് യു മെയ്ഡ് എ പേയ്മെൻറ്റ് ഫോർ ദം, ദാറ്റ്സ് വൈ യുവർ ക്യാഷ് ഈസ് ഡിക്രീസിങ്, റൈറ്റ്? സോ ദാറ്റ്സ് അബൌട്ട് ദ അഡ്ജസ്റ്റ്മെൻറ്റ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് പെയ്ഡ്, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് വിൽ ബി അഡ്ജസ്റ്റഡ്. അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് used in operating activities if that is a negative figure. Investing activities and financing activities are same as that of a direct method, so there is no need of further discussion for that.
പിന്നെ വരുന്നതാണ് അത് 3 ഹെഡ്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അതിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് അറ്റ് ദ എൻഡ് എന്ന് വെച്ചാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് റൈറ്റ്. So that's all about